ഒട്ടകത്തിന് കയറിക്കിടക്കുമ്പോൾ ഇടം കൊടുത്ത ഒരു മനുഷ്യനെ പറ്റിയ കഥ പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മലയാള പാഠാവലിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് UDFനും കൈവന്നിരിക്കുന്നത്. അതേ അവസ്ഥ എന്ന് പറയുമ്പോൾ കഥയിലെ ആ മനുഷ്യൻ്റെ അവസ്ഥ. കാര്യങ്ങൾ കൈവിട്ടുപോയി. മരുഭൂമിയിൽ വന്നു കയറിയ ഒട്ടകത്തിന് ഇടം കൊടുത്തപ്പോൾ ആ ഇടം കൊടുത്ത പാവപ്പെട്ട മനുഷ്യനെ പുറത്താക്കി ആ ഒട്ടകം എങ്ങനെയാണോ കൂടാരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത്, അതുപോലെ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ പതുക്കെ ചെവിക്ക് പിടിച്ച് പുറത്തോട്ട് കൊണ്ടിരുത്തി PV അൻവർ ഇപ്പോൾ ഇലക്ഷൻ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇലക്ഷൻ ചുമതല എന്ന് പറഞ്ഞാൽ അൻവർ തീരുമാനിക്കും ആര് സ്ഥാനാർത്ഥിയാകണം, അൻവർ തീരുമാനിക്കും എങ്ങനെയൊക്കെയാകണം ഇലക്ഷൻ പ്രവർത്തനം, അൻവർ തീരുമാനിക്കും എന്തു പറഞ്ഞാണ് UDF വോട്ട് പിടിക്കേണ്ടത് എന്നൊക്കെ. യഥാർത്ഥത്തിൽ UDFും കോൺഗ്രസും അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? അത് മറ്റൊന്നുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അൻവർ UDFന് പുറത്തു നിൽക്കട്ടെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ ആ വിജയത്തിൽ അൻവർ എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായാൽ PV അൻവറിന് UDFിലേക്ക് പ്രവേശനം നൽകാം. PV അൻവറിനെന്ന് പറഞ്ഞാൽ PV അൻവർ പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക്. അതുവരെ അൻവറെ പുറത്തു നിർത്തിക്കൊണ്ട് UDFന് പിന്തുണ വാങ്ങുന്ന ഒരു ചെറിയ തരികിട പരിപാടിയായിരുന്നു അൻവറിൻ്റെ കാര്യത്തിൽ UDF കരുതിക്കൂട്ടി വച്ചിരുന്നത്. പക്ഷേ സംഭവം ഇപ്പോൾ UDFിൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. കാരണം അൻവറെ പൂട്ടാനുള്ള വിദ്യയാണ് UDF നിലമ്പൂരിൽ പ്രയോഗിച്ചതെങ്കിലും അൻവർ UDFനെയാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കാം എന്ന മോഹം നൽകി PV അൻവറെ സ്വാധീനിച്ച് നിലമ്പൂർ സീറ്റിൽ വിജയിക്കാം എന്ന് കരുതിയിരുന്ന UDFനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അൻവറിൻ്റേതായി ചില പ്രസ്താവനകൾ എത്തിയത്. പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്രസ്താവനകളാണത്. അതായത്, ഞാൻ മരിക്കും, എനിക്കതറിയാം, പക്ഷേ ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ഈ ടൈപ്പ് ഡയലോഗുകൾ നമ്മൾ സിനിമയിൽ ഒത്തിരി കണ്ടു കാണും. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ അൻവർ UDFന് മുകളിൽ ഇറക്കി കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത്, നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഭരണപക്ഷ മുന്നണിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ജയിക്കേണ്ടത് UDFന് തികച്ചും ആവശ്യമാകുന്ന ഈ സാഹചര്യത്തിൽ PV അൻവറിനെ കൂട്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അൻവർ പറയുന്നത് ചെവിക്കൊള്ളേണ്ടത് UDFിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അൻവർ തന്നെയും തൻ്റെ പാർട്ടിയെയും ഐക്യജനാധിപത്യ മുന്നണിയിൽ എടുക്കണമെന്ന് പറഞ്ഞു കെഞ്ചി നടന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് UDF, പ്രത്യേകിച്ചും കോൺഗ്രസ്, വരട്ടെ നോക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോഴും കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അൻവറെ പരമാവധി പ്രയോജനപ്പെടുത്തി നിലമ്പൂരിൽ ജയിക്കണമെന്നും ജയിച്ച ശേഷം അൻവറെ മുന്നണിയിൽ എടുക്കാം എന്നുമായിരുന്നു. ഒരുപക്ഷെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അൻവറെ UDF മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്ന തീരുമാനവും അതിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ അൻവർ കളി മാറ്റി. UDFനെ പ്രതിസന്ധിയിലാക്കി ഇപ്പോൾ അൻവർ എന്തൊക്കെ കളികളാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ മാധ്യമ അഭിമുഖത്തിലൂടെ പുള്ളിക്കാരൻ ഒരു സൂചന തന്നത്. മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് അൻവറിൻ്റെ തീരുമാനങ്ങളാണ് എന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം വേണമെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസത്തെ മാധ്യമ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതോടെയാണ് UDF കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി തുടങ്ങിയത്. തന്നെ UDFിൽ എടുക്കുന്നത് സംബന്ധിച്ച് നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ അഭിമുഖത്തിൽ പറഞ്ഞു വച്ചു. അതായത്, അതൊരു മുന്നറിയിപ്പാണ്. തന്നെ UDFിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ ചർച്ച നടത്തിയില്ലെങ്കിൽ പിന്നെ എന്താകും സംഭവിക്കുക എന്ന് പറയാതെ പറയുന്ന അൻവറിൻ്റെ മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി അൻവർ ആ അഭിമുഖത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പറ, ഈ പറഞ്ഞത് ഒരു ഭീഷണിയല്ലേ? അതായത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDFിൽ തന്നെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ താൻ മറ്റെന്തെങ്കിലും വഴി നോക്കുമെന്നല്ലേ അൻവർ പറഞ്ഞത്? സംശയിക്കേണ്ട, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത്, തൻ്റെ ആവശ്യം നടന്നില്ലെങ്കിൽ താൻ UDF വിജയം തടയും എന്ന് തന്നെയാണ് അൻവർ ആ പറഞ്ഞതിനർത്ഥം. പിന്നെ മറ്റൊന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് അൻവർ പറഞ്ഞു. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ലെന്നാണ് അൻവർ പറഞ്ഞത്. ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ UDFന് പുറത്തു നിൽക്കുന്ന സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലാകാം. എന്നാൽ അൻവറെ ഇപ്പോൾ UDFന് അകത്തേക്കെടുത്താൽ ആർക്കായിരിക്കും അൻവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? അതാണ് പ്രശ്നം. അതായത് PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് വിളിച്ച പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? താൻ രാജിവെച്ച ഒഴിവിൽ നടക്കാൻ പോകുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ലെന്നും UDFന് പിന്തുണ താൻ പ്രഖ്യാപിക്കും എന്നുമാണ് അൻവർ അന്ന് പറഞ്ഞത്. എന്നാൽ അതിനൊപ്പം തന്നെ UDFനെ പിന്തുണയ്ക്കുന്നതിന് ഒരു ഉപാധി കൂടി അൻവർ മുന്നോട്ട് വച്ചിരുന്നു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകരുതെന്നും പകരം താൻ പിന്തുണയ്ക്കുന്ന VS ജോയിക്ക് സീറ്റ് നൽകണം എന്നുമാണ് PV അൻവർ അന്ന് ആവശ്യപ്പെട്ടത്. ഷൗക്കത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നൽകിയാൽ UDFന് ഒരിക്കലും പിന്തുണ പ്രഖ്യാപിക്കില്ലെന്ന പരോക്ഷ വിമർശനവും അൻവർ ഉയർത്തിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞതോടെ അൻവറെ UDFൽ എടുക്കാതിരിക്കുകയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വിഷയം UDFൽ ഉയർന്നു വരികയും ചെയ്തതോടെ അൻവറിൻ്റെ നിലപാടിൽ വ്യതിയാനങ്ങളുണ്ടായി. അതായത് ജോയിക്ക് പകരം ഷൗക്കത്ത് മത്സരിച്ചാലും കുഴപ്പമില്ല എന്ന ലൈനിലായി കാര്യങ്ങൾ. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. അൻവറിൻ്റെ പ്രധാന ആവശ്യം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയോ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുകയോ അല്ല, UDFൽ പ്രവേശനം നേടുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ UDFൽ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായിരിക്കുന്ന ഈ സമയത്ത് അൻവർ തൻ്റെ പ്രധാന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ ഓർക്കാനുള്ളത്, നിലമ്പൂരിൽ വിജയിക്കേണ്ടത് ഇപ്പോൾ UDFൻ്റെ മാത്രം ആവശ്യമാണ്, അൻവറിൻ്റെ ആവശ്യമല്ല. ഇക്കാര്യം പ്രത്യേകം ആലോചിക്കണം. കാരണം UDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ മാത്രമേ അൻവറെ UDFൽ എടുക്കൂ എന്നൊരു സാഹചര്യമായിരുന്നെങ്കിൽ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് പ്രധാനമായും അൻവറിൻ്റെ ആവശ്യമാകുമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDFൽ എടുക്കണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസം അൻവർ മുന്നോട്ട് വച്ചതോടെ നിലമ്പൂരിലെ UDF വിജയം കോൺഗ്രസിൻ്റെ മാത്രം അല്ലെങ്കിൽ UDFൻ്റെ മാത്രം ആവശ്യമായി മാറുകയാണ്. ആവശ്യം തങ്ങളുടേത് ആയതുകൊണ്ട് ചിലപ്പോൾ UDF അൻവറെ അവരുടെ കൂടെ കൂട്ടുമായിരിക്കും. അൻവർ UDFൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂരിൽ ആര് വിജയിച്ചാലെന്ത് തോറ്റാലെന്ത്, അത് അൻവറെ ബാധിക്കുന്ന വിഷയമല്ലാതായി മാറും. സ്വാഭാവികമായും അവിടെ സംഭവിക്കാൻ പോകുന്നത് VS ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അൻവർ ആത്മാർത്ഥമായി ജോലി ചെയ്യും. അതല്ല ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ കള്ളപ്പണിയെടുക്കും. LDFന് എതിരെ നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും മറ്റുമൊക്കെ കൊണ്ട് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അൻവറിന് പോകും. എന്നാൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലോ? തോൽക്കുന്ന സ്ഥാനാർത്ഥി VS ജോയി ആണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം പാലം വലിച്ചു എന്ന വാദമായിരിക്കും അൻവർ ഉയർത്തുന്നത്. അതല്ല ആര്യാടൻ ഷൗക്കത്താണ് മത്സരിച്ച് തോൽക്കുന്നതെങ്കിൽ താൻ പറഞ്ഞത് കേൾക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ടാണത് സംഭവിച്ചത് എന്ന് അൻവർ പറയും. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ വീണാലും അൻവർ 4 കാലിലായിരിക്കുമെന്ന് സാരം. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കണം. പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ശക്തി പകരേണ്ട ഘടകങ്ങളെ യോജിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല, അതായത് തന്നെ UDFൽ എടുത്തിട്ടില്ല എന്ന്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ പിണറായിയെ തകർക്കാൻ കഴിയുകയുള്ളൂ എന്നും PV അൻവർ പറഞ്ഞു. അതിനായി UDF മുന്നണി പ്രവേശനം സാധ്യമാകേണ്ടതുണ്ട്. UDF പ്രവേശനം ഉറപ്പായാൽ കൂടുതൽ പേർ ഒപ്പം വരും. അത്തരത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്താനാകും. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം വേണം. ആർക്കാണ് വിജയ സാധ്യതയെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDFൻ്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടസ്സം എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറയേണ്ടത്. ആത്യന്തികമായി ലക്ഷ്യം പിണറായി തകർക്കലാണ്. പിണറായി തകർക്കാനാണ് ഇത്രയും റിസ്ക് എടുത്ത് താൻ MLA സ്ഥാനമടക്കം രാജിവെച്ചത്. കേരളത്തിലെ ജനവികാരം പിണറായിക്കെതിരെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് താൻ. അത് തെളിയിക്കാനുള്ള ബാധ്യത UDFനുണ്ട്. പിണറായി വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ട്. LDF ഉണ്ടാക്കുന്ന ഈ ഒരു പ്രതീതിയെ ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. അതായത് പോയിന്റ് മനസ്സിലായല്ലോ. പിണറായി വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് അൻവർ തന്നെ പറയുകയാണ്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ UDFലേക്ക് എന്നെ കയറ്റൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന PV അൻവർ തന്നെ പറയുന്നു പിണറായി വീണ്ടും അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന ചിന്ത ജനങ്ങൾക്കിടയിലുണ്ട് എന്ന്. അപ്പോൾ ഇതുവരെ ഈ അൻവറും സംഘവുമൊക്കെ പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് UDFനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. തീർന്നില്ല. താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്, അല്ലാതെ 2026 അല്ലെന്നും കൂടി അൻവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കി തനിക്ക് ഫേവറബിൾ ആയിട്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത തവണ താൻ വേണമെങ്കിൽ സ്വതന്ത്രനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിലമ്പൂരിൽ മത്സരിച്ചേക്കാമെന്നും UDFൻ്റെ അക്കൗണ്ടിൽ ഒരു സീറ്റ് കുറയുമെന്നുമാണ് അൻവർ പറഞ്ഞത്.
മാത്രമല്ല നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണെന്നും കൂടി അൻവർ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാകുമ്പോൾ അത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കണമെന്നും ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തണം എന്നുമാണ് അൻവർ ആ പറഞ്ഞതിനർത്ഥം. അതായത് തന്നെ എത്രയും പെട്ടെന്ന് UDFിലേക്ക് എടുത്തു കൊള്ളണമെന്നുള്ള അൻവറിൻ്റെ റിക്വസ്റ്റായി വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇനി അവസാനമായി അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് UDFിന് എന്താണെന്ന് ഒരു 2-3 ദിവസം മുൻപ് സതീശൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അത്ര ആയിട്ടില്ല PV അൻവർ, അത്ര ആയിട്ടില്ല, മനസ്സിലായില്ല, അത്ര ആയിട്ടില്ല. അത് വല്ല മുതിർന്ന നേതാക്കന്മാർ പിണറായി വിജയനോ വിജയരാഘവനോ അല്ലെങ്കിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരോ ആരെങ്കിലും ഗൗരവത്തോടുകൂടി വല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയാം. ഇതിനൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ മറുപടി പറഞ്ഞു. അത് നിലമ്പൂരിലുള്ള നമ്മുടെ പ്രവർത്തകർ അതിന് മറുപടി പറഞ്ഞു. അത്രയേ ഉള്ളൂ, അത്രേ ആയിട്ടുള്ളൂ PV അൻവർ.